എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയിൽ അതിന്റെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ വേണ്ടി പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കെരാറ്റിൻ പാക്ക് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ ഈ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കും കേട്ടോ. ഇപ്പൊ തീരെ ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ഉള്ളു വന്നൊരു ഫീൽ ആയിരിക്കും. ഒരു വിധത്തിൽ മുടി സ്ട്രെയിറ്റ് ആക്കി എടുക്കും. മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനൊക്കെ നന്നായിട്ട് ഇത് സഹായിക്കും. സത്യം പറഞ്ഞാൽ നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തൊരു ഹെയർ ഇരിക്കില്ലേ, അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. പക്ഷെ നമ്മുടെ മുടിക്ക് യാതൊരു വിധ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മുടി വളരാൻ നല്ലതാണ്. മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം അജി സെലക്ട് ചെയ്യുന്ന പാക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാക്ക് ഈ പാക്കാണ് കേട്ടോ. ഞാൻ ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്യലുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തോന്നിയിട്ടുള്ള പാക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഒരു പാക്കാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു പാക്ക് ഈ ഒരു പാക്കാണ്. അപ്പൊ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ റിസൾട്ട് പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം. അപ്പൊ നമ്മുടെ ആ മുടിയിൽ വരുന്ന ഒരു ചേഞ്ച് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. നമ്മൾ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ മുട്ടയൊക്കെ ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ പാക്കുകൾ ചെയ്യുമ്പോൾ വിഷമമാണ്. മുട്ട ഉപയോഗിച്ചില്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനത്തെ ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ മുട്ടയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പാക്ക് ചെയ്ത റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് സെറ്റ് ആക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും പറയലുണ്ട് കെരാറ്റിൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം എന്നുള്ളത്. ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓയിൽ തേച്ചിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കെരാറ്റിൻ പാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കമന്റ് വരുന്ന കാര്യമാണ്, ഇതിന് പകരം കെമിക്കൽ ഷാമ്പു ഇട്ടിട്ട് മുടി കഴുകിയാൽ മതി, മുടി പാറി പറന്ന് കിടന്നോളൂ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ മുടി കഴുകാറുള്ളത്. അപ്പോൾ മെനഞ്ഞാന്ന് ഞാൻ മുടി കഴുകുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് ഞാൻ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകിയിട്ടുള്ളത്. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടുള്ള മുടിയുടെ ടെക്സ്ചറാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള മുടിയുടെ ടെക്സ്ചറും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഇപ്പം എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്രിസി ആയിട്ടാണ് എൻ്റെ മുടി കിടക്കുന്നത്. കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചുള്ള റിസൾട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഒരു പഞ്ഞ് പോലെ ആയ ഒരു സ്റ്റൈലായിരിക്കും. നമുക്ക് മുടിക്ക് അങ്ങനെ ഒരു കനമുള്ളതുപോലെയോ ഉള്ളുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മുടിയുടെ വളവ് കാര്യമാക്കണ്ട കേട്ടോ. അത് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വന്നതല്ല. ഞാൻ രാത്രി മുടി മെടഞ്ഞിട്ടത് കൊണ്ട് മുടിക്ക് ആ ഒരു വളവ് ഉള്ളതാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വളവൊക്കെ തന്നെ നമുക്ക് നിവർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ടെക്സ്ചറിൽ നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ പൊട്ടിയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പഞ്ഞി പോലെ ഇങ്ങനെ കനവില്ലാണ്ട് പാറി പറന്ന് കിടക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഭംഗിയില്ലാത്തൊരു ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുടിയുടെ ഈ ഒരു ടെക്സ്ചറിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം നമുക്ക് വരും. നമ്മുടെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ടെക്സ്ചറിൽ നിന്ന് എന്തായാലും നമ്മുടെ മുടി മാറും. അത് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കുറച്ച് ഓയിൽ തേക്കാം. ഓയിൽ തേക്കുന്ന നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും, മുടി കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പാക്കിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രമേ തേക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്കൊന്നും ഫംഗ്ഷൻ ഒന്നും പോകുന്നില്ല, നിങ്ങൾ വെറുതെയാണ് കെരാറ്റിൻ പാക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് അധികം ഓയിൽ തേച്ചാലും കുഴപ്പമില്ല. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു പരിധി കൂടുതൽ ഓയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്കും നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് ഈ പാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു കമന്റ് ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ടൊരു കമന്റ് ചെയ്താൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കാണ് കേട്ടോ ഞാനൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ചെയ്തു കൊടുക്കുന്ന പാക്ക്. അപ്പം ഞാൻ അതിൻ്റെ റിസൾട്ട് ഞാൻ പോകുന്നതിൻ്റെ ദിവസം ഞാൻ ഒരുങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചാൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി എന്തായാലും നമ്മുടെ മുടിക്ക് ഉണ്ടാവും. അത് ഞാൻ റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഞാൻ മുടി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കുന്ന സമയം വരെ നമ്മുടെ മുടിയിൽ ആ ഓയിലൊക്കെ അങ്ങ് സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, നമ്മളൊരു ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം പാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം മുടി കഴുകാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഞാനിവിടെ 1 സ്പൂൺ അളവിൽ എടുത്തിട്ട് കഴുകിയിട്ട് തലേ ദിവസം കുതിർക്കാൻ ഇട്ടതാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ 2 സ്പൂൺ അളവിൽ എടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂണോ 2 സ്പൂണോ എടുക്കുക. എന്നിട്ട് കഴുകിയിട്ട് തലേ ദിവസം കുതിർക്കാൻ ഇടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഇൻഗ്രീഡിയന്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ 1 സ്പൂൺ അളവിൽ ഉഴുന്ന് എടുത്തിട്ട് കഴുകിയിട്ട് തലേ ദിവസം കുതിർക്കാൻ ഇടുക. അപ്പോൾ ഇതൊരു ചെറിയൊരു ബൗളാണ്, ഞാനൊരു വലിയൊരു ബൗളിലേക്ക് ഇത് മാറ്റട്ടെ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം നിങ്ങൾ കുതിർക്കാൻ ഇടുമ്പോൾ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ പാക്കിൽ നമുക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഒരു എന്താ പറയുക, ചെറിയൊരു ബൗൾ നിറച്ചും ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഹെയറുകാരാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മുടിക്ക് അളവിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ കുറച്ച് അളവ് കൂടിയാലും കുഴപ്പമില്ല. ഇനി ഓയിലി ഫീൽ ഒട്ടും വേണ്ടാന്നുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങയുടെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് വേണ്ടത് ചോറാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബൗൾ നിറച്ചും ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആവാനൊക്കെ ചോറ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തലേ ദിവസത്തെ ചോറാണെങ്കിലും ഇന്നത്തെ ചോറാണെങ്കിലും ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചോറ് എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ മതി. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ചോറ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പാക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ അരച്ചെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതായത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൽ അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവൊക്കെ അരക്കില്ലേ, അതേപോലെ അരച്ചെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ദോശയുടെ ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ പച്ചരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ദോശയ്ക്കുള്ള ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ തോന്നും, പക്ഷെ ഇതിനകത്ത് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ഒരു വൈറ്റ് ക്രീം പരുവത്തിലാണ് കേട്ടോ നമുക്ക് പാക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പാക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസ് ആവാതെ ഒരുപാട് തിക്ക് ആവാതെ തന്നെ നിങ്ങൾ പാക്ക് തയ്യാറാക്കി എടുക്കുക. ഇനി അടുത്തായിട്ട് പാക്കിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. മുട്ടയാണ്. അപ്പോൾ കെരാറ്റിൻ പാക്കൊക്കെ ആകുമ്പോൾ നമ്മൾ മുട്ട ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പാക്ക് തയ്യാറാക്കട്ടോ. മുട്ട ചേർക്കാതെ ഈ പാക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. റിസൾട്ട് കിട്ടായികയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ കെരാറ്റിൻ പാക്കിൻ്റെ അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് ഏറ്റവും നല്ലതാണ്. മുട്ട ചേർക്കുമ്പോൾ ഒരു മുട്ട എടുക്കുക. മുട്ട കംപ്ലീറ്റ് ആയിട്ട് ചേർക്കരുത്. മുട്ടയുടെ വെള്ളം മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട നിങ്ങൾക്ക് അറിയാലോ, പ്രോട്ടീനാണ്. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ആ പാക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ തേക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. കുറച്ച് ഓയിൽ തേച്ച് മുടിയൊക്കെ ചീകി കഴിഞ്ഞിട്ട് മാത്രമേ പാക്ക് തേക്കാൻ പാടുള്ളൂ. അപ്പോൾ പാക്ക് കെരാറ്റിൻ പാക്ക് ആണെങ്കിലും ഏത് പാക്ക് ആണെങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കണം നല്ല നിർബന്ധമുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് മുടിയിൽ തേക്കണം നിർബന്ധം ഇല്ല എന്നുള്ളത്. ഈ പാക്ക് മുടിയിൽ തേച്ചാൽ മാത്രമേ നമുക്ക് മുടിയുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിലും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് മുടിയിൽ തേക്കാം കേട്ടോ. മുടിയിൽ തേച്ചുകൊണ്ട് സ്കാൽപ്പിൽ തേച്ചാൽ എല്ലായിടത്തും ആവില്ല. അതുകൊണ്ടാണ്
അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉഴുന്ന് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒറ്റ യൂസിൽ നമ്മുടെ മുടിക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയുന്നുണ്ട് കേട്ടോ ഉഴുന്ന് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉഴുന്ന് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വേറെ ഏത് ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഉഴുന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ജലദോഷം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തണുപ്പിൻ്റെയാന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണ് രാവിലെ. അപ്പോൾ തണുപ്പിൻ്റെയാന്ന് തോന്നുന്നു. ചെറുതായിട്ട് ശബ്ദം അടഞ്ഞ പോലെയുണ്ട്. അപ്പോൾ മുടിയൊക്കെ നല്ല ചീകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പാക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ചെയ്ത് കൊടുക്കണോ, ഉച്ചയ്ക്ക് ചെയ്ത് കൊടുക്കണോ, വൈകുന്നേരം ചെയ്ത് കൊടുക്കണോ എന്നുള്ളത്. വൈകുന്നേരം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ മുടിയിലൊക്കെ തേച്ച് മുടിയൊക്കെ ഉണങ്ങിയിട്ട് കെട്ടി വെച്ച് കിടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. തലേ ദിവസം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ഈ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മുട്ട പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും കൂടി തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. മുടിയിൽ തേക്കുന്ന സമയത്ത് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് പിന്നെ മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വലിയ സെക്ഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും ആയാൽ മതി. എങ്ങനെ തേച്ചാലും എല്ലായിടത്തും ആയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക വലിച്ചു പിടിച്ച് തേക്കാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ച് തേച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ എവിടെയും മുടിയൊന്നും വളഞ്ഞ് കിടക്കാത്ത രീതിയിൽ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വളവ് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കെട്ടി വെക്കാതെ ഇതുപോലെ തന്നെ ഇടുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ട് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾക്ക് വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് നേരം വെച്ചാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തണുപ്പൊക്കെ പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല. കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ ചെയ്ത കെരാറ്റിൻ പാക്കിന്റെ റിസൾട്ട്. ഞാനിത് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം മുടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റ യൂസിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളു വെച്ചൊരു ഫീൽ ആയിരിക്കും കേട്ടോ. ഉള്ളു വരും എന്നല്ല, നമ്മുടെ ഓരോ മുടിയും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് ഉള്ളുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കണ്ടയിലും വെച്ച് നമ്മുടെ മുടി ഒരു ഡബിൾ ആയതുപോലെ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മളിങ്ങനെ വളഞ്ഞു വിളഞ്ഞു കിടക്കുന്ന മുടിയൊക്കെ അതൊക്കെ ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു തിളക്കമുണ്ട്. മുടിക്ക് നല്ലൊരു ഉള്ളു വെച്ച ഫീലാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേ ദിവസം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഏത് രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ഇത് പിന്നെ മിക്കവാറും ഇത് യൂസ്ഫുൾ ആവും. മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്ത പ്രശ്നമുള്ളവരുണ്ടാവുമല്ലോ, അവര് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ നല്ല ഡബിൾ ആയതുപോലെയും ഉള്ളു വന്നൊരു ഫീൽ ആയിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കെരാറ്റിൻ പാക്കിന്റെ റിസൾട്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിസൾട്ട് ഇഷ്ടമാവും. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. ഇതുവരെ ചെയ്യാത്തവരാണ്, ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റിലൂടെ പറയണം. പിന്നെ എന്റെ ശബ്ദമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് എന്നുള്ളത്, തണുപ്പായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പറ്റുന്നവര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് കമന്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പൊ നമ്മൾ അടുത്ത ദിവസം പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന്റെ അന്നത്തെ ദിവസം നമുക്ക് മുടി കഴുകാൻ പറ്റില്ലേ എന്നുള്ളത്. അങ്ങനെ കഴുകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ താളിയോ ഷാമ്പോ അങ്ങനെ ഒന്നും ഉപയോഗിച്ച് കഴുകരുത്. വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയിട്ട് ഉണക്കി എടുക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം തല കഴുകാറില്ല കേട്ടോ. മിക്കതും ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുന്ന ദിവസമാണ്. ഞാൻ എന്നും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മുടി കഴുകുക. അപ്പോൾ തലേ ദിവസം കഴുകിയാൽ ഞാൻ പിറ്റേ ദിവസം കഴുകാറില്ല. അപ്പോൾ നല്ല ആ റിസൾട്ട് അങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ നിൽക്കുമല്ലോ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ അമ്പലം
അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുടി കഴുകാറുള്ളൂ. അങ്ങനെ കഴുകുകയാണെങ്കിൽ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ വെള്ളത്തിൽ കഴുകും, എന്നിട്ട് നന്നായിട്ട് മുടി ഉണക്കിയെടുക്കും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ശീലമുള്ളവരാണ്, ഡെയിലി മുടി കഴുകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് റിസൾട്ടിൽ മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.